السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാ ആളുകൾക്കും അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദ് എന്നുള്ള വിഷയത്തെ കുറിച്ചിട്ടാണ് എൻ്റെ മുമ്പ് സംസാരിച്ച എൻ്റെ പ്രിയ വിദ്യാർത്ഥി അമാൻ സേട്ട് നമ്മളോട് സൂചിപ്പിച്ചത്. എല്ലാ ചൊവ്വാഴ്ചയിലും ഈ ഇസ്ലാഹി സെന്ററിൽ നടന്നു വരാറുള്ള തർബിയ കോഴ്സിലെ വിദ്യാർത്ഥിയാണ്. അല്ലാഹു അദ്ദേഹത്തിന് എല്ലാ ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുത്ത വിഷയം ഉമ്മാന്റെ പ്രാർത്ഥന എന്നുള്ളതാണ്. ഉമ്മമാര് മക്കൾക്ക് വേണ്ടി നടത്തുന്ന അനുകൂലമായതും പ്രതികൂലമായതുമായ പ്രാർത്ഥനകൾക്ക് വലിയ സ്വീകാര്യതയുണ്ട് എന്ന് ഇസ്ലാമിക ചരിത്രങ്ങളിൽ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്ന വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക്, പ്രത്യേകിച്ച് ഉമ്മാന്റെ പ്രാർത്ഥനയ്ക്ക് അതിൽ പ്രത്യേക സ്വാധീനം ഉണ്ടാകുമെന്ന് നമ്മുടെ മുൻഗാമികളായ ഓരോ സ്വഹാബത്തിന്റെയും അല്ലെങ്കിൽ ഓരോ സലഫു സ്വാലിഹിന്റെയും ചരിത്രം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുമെന്നുള്ളതാണ്. സാന്ദർഭികമായ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. നമ്മുടെ മുൻഗാമികളെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സലഫു സ്വാലിഹീങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ അവര് ദീൻ ആദ്യം പഠിക്കുന്നത് ഒന്നല്ലെങ്കിൽ അവരുടെ ഉപ്പയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഉമ്മയിൽ നിന്നായിരിക്കും. അവരുടെ ഒന്നാമത്തെ ഉസ്താദ് ഒന്നല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉപ്പയാണ് അല്ലെങ്കിൽ ഉമ്മയാണ്. നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ മക്കളുടെ ഒന്നാമത്തെ ഉസ്താദ് നമ്മളും നമ്മുടെ ഭാര്യയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും ബേസിക് ആയ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള അറിവുകൾ എല്ലാ ദിവസവും 17 തവണ നിർബന്ധമായും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹ
ഇതൊക്കെ മദ്രസയിൽ നിന്നും സ്കൂളിൽ നിന്നുള്ള അധ്യാപകരിൽ നിന്നല്ല നമ്മുടെ മക്കൾ ആദ്യം പഠിക്കേണ്ടത്. വീട്ടിലുള്ള തർബിയത്തിൽ മക്കൾക്ക് ഈ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു പിതാവ് എന്ന നിലക്ക്, അല്ലെങ്കിൽ സംസാരം കേൾക്കുന്ന സഹോദരിമാര് ശ്രദ്ധിക്കേണ്ട വിഷയം, ഒരു മാതാവ് എന്ന നിലക്ക് നമുക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് ഉമ്മാന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാല് അതിൽ വലിയ സ്വാധീനമുണ്ട്. മഹാനായ പണ്ഡിതൻ ഇമാം ദഹബി റഹ്മഹുല്ലാഹ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെട്ട ചരിത്ര പണ്ഡിതനായിരുന്നു ഇമാം ദഹബി. ചില പണ്ഡിതന്മാര് സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുവേ ഇമാം ദഹബിയുടെ ഹിഫ്ള് നൽകണേ അല്ലാഹ്. അത്രത്തോളം ഹിഫ്ള് ഉള്ള പണ്ഡിതനായിരുന്നു ഇമാം ദഹബി. സീറ അലാമിൻ നുബല എന്ന് പറയുന്ന ഒരുപാട് ചരിത്രകാരന്മാരെ കുറിച്ച് മുൻഗാമികളായ ആളുകളുടെ അവരുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവായിരുന്നു ഇമാം ദഹബി റഹ്മത്തുള്ളാഹി. അദ്ദേഹം ആ ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന വളരെ സുപ്രധാനമായ ഒരു സംഭവമുണ്ട്. മഹാനായ പണ്ഡിതൻ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി, അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നില്ല. കണ്ണിന് കാഴ്ച ഇല്ലാത്ത ഒരു അവസ്ഥ ഇമാം ബുഖാരിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിക്ക് കണ്ണിന് കാഴ്ച ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ പ്രാർത്ഥന കൊണ്ടാണ് എന്നുള്ളതാണ്. ഒരിക്കൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ ഉമ്മ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വപ്നം കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു സ്വപ്നത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറയാണ്, യാ ഹാദിഹി ഖദ് റദ്ദല്ലാഹു അലാ ഇബ്നിക ബസറഹു, നിന്റെ മകന്റെ കാഴ്ച അല്ലാഹു സുബ്ഹാനഹു തആല തിരിച്ചു കൊടുക്കുന്നുണ്ട്. നിന്റെ മകന്റെ നഷ്ടപ്പെട്ട കാഴ്ച അല്ലാഹു സുബ്ഹാനഹു തആല തിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് അല്ലാഹു കാഴ്ച തിരിച്ചു കൊടുക്കുന്നത്? അതിനുശേഷം കാണാൻ കഴിയും, ലികസറതി ബുകാഇകി വലികസറതി ദുആഇകി, നിന്റെ പ്രാർത്ഥന കൊണ്ടാണ്. മകന്റെ വിഷയത്തിൽ നീ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നഷ്ടപ്പെട്ട നിന്റെ മകന്റെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു സുബ്ഹാനഹു തആല തിരിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. അത് കാണാൻ കഴിയും. ഫഅസ്ബഹ വഖദ് റദ്ദല്ലാഹു അലൈഹി ബസറഹു, പിറ്റേ ദിവസം രാവിലെ ആയപ്പോ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു സംഭവമാണ്. ഇതൊക്കെ അവർ വിശദീകരിച്ചിട്ട് പറയാണ്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിക്ക് അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടാൻ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായത് അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ അകമഴിഞ്ഞ പ്രാർത്ഥനയായിരുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയെ കുറിച്ച് കേൾക്കാത്ത ഒരാളും ഈ സദസ്സിൽ ഉണ്ടാവില്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിന്റെ ഉപ്പ അദ്ദേഹത്തിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. അഥവാ യതീമായിട്ടാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ജനിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം വളരുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഓത്തു പള്ളിയിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ എന്റെ ഉസ്താദുമാര് പഠിപ്പിക്കുന്ന ഹദീസുകൾ, എല്ലാ ഹദീസുകളും ഞാൻ മനഃപ്പാഠമാക്കിയിരുന്നു. ഇമാം ബുഖാരിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, ഉസ്താദ് ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് മുമ്പിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ ഹദീസും അതിന്റെ മത്തിനും സനദും എഴുതി വെക്കും. ഹദീസും അതിന്റെ മത്തിനും സനദും എന്ത് ചെയ്യും? മുമ്പിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ എഴുതി വെക്കും. എന്നാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അദ്ദേഹം ഒന്നും എഴുതി വെക്കുന്നില്ല. സ്വാഭാവികമായിട്ടും കൂടെയുള്ള വിദ്യാർത്ഥികൾക്ക്, കൂട്ടുകാർക്ക് അതൊരു പ്രശ്നമായി. അവർ ഉസ്താദിനോട് പോയിട്ട് പരാതി പറയാണ്, ഉസ്താദെ ഞങ്ങൾ എല്ലാ ഹദീസും എഴുതി വെക്കുന്നുണ്ട്. ഇമാം ബുഖാരി, അന്ന് ഇമാം ബുഖാരി എന്നല്ല, അന്ന് വെറും മുഹമ്മദ് മാത്രമാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം അൽ ബർദിസ്ബ അൽ ബുഖാരി എന്നുള്ളതാണ്. എന്തായാലും ഞങ്ങളെല്ലാം എഴുതി വെക്കുന്നുണ്ട്, അദ്ദേഹം മാത്രം ഒന്നും എഴുതി വെക്കുന്നില്ല. ഉസ്താദിന്റെ ചോദ്യം, എന്താണ് നീ എഴുതി വെക്കാത്തത്? അദ്ദേഹം പറയാണ്, ഉസ്താദെ ഞാൻ എല്ലാ ഹദീസും മനപ്പാടാക്കിയിട്ടുണ്ട്. 1000-ൽ പരം ഹദീസ് ഉസ്താദ് ആ ദിവസം വരെ എടുത്തിട്ടുണ്ട്. അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം നിന്ന നിപ്പില് 1000-ൽ പരം ഹദീസ് സനദും മത്തിനും വെച്ച് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. ചില റിപ്പോർട്ടിൽ കാണാൻ കഴിയും, അദ്ദേഹത്തോട് ചോദിക്കാണ്, അന്ന് താങ്കൾക്ക് എത്ര പ്രായം ഉണ്ടായിരുന്നു? അദ്ദേഹം പറയാണ്, 10 വയസ്സ്. സുബ്ഹാനല്ലാഹ്, 10 വയസ്സായിരുന്നു അന്ന് എന്റെ പ്രായമെന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറയാം. അദ്ദേഹം പറയുന്നുണ്ട്, ഫലമ്മാ തഅൻതു ഫീ 16 സന ഹഫിൽതു ഖുതുബ ഇബ്നു മുബാറക് വവഖി വഅറഫ്തു കലാമ ഹൗലായി. എന്റെ 16ാമത്തെ വയസ്സിൽ ഹദീസിന്റെ അമീറുൽ മുഅ്മിനീൻ എന്നറിയപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥങ്ങൾ ഞാൻ മനപ്പാടാക്കിയിട്ടുണ്ട്.
അതേപോലെ തന്നെ വഖീഅ് ബിൻ ജർറാഹ് എന്ന് പറയുന്ന ലോകം അറിയപ്പെട്ട പണ്ഡിതന്റെ ഗ്രന്ഥങ്ങൾ ഞാൻ മനപ്പാടാക്കിയിട്ടുണ്ട്. എന്റെ എത്രാമത്തെ വയസ്സിലാണ്? 16ാമത്തെ വയസ്സിലാണ്. വീണ്ടും അദ്ദേഹം പറയാണ് ഫലമ്മാ തഅൻതു ഫീ 18 സന, എന്റെ 18ാമത്തെ വയസ്സിൽ ജഅൽതു അസ്നഫ ഖളായ സ്വഹാബ വ താബിഈ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളെയും താബിഈങ്ങളെയും ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം ഞാൻ രചിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ആ ഗ്രന്ഥം രചിക്കുന്നത് മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിനരികിൽ നിന്നാണ് ഞാൻ ആ ഗ്രന്ഥം രചിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാണ്, 7ാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവനും അദ്ദേഹം ഹിഫ്ളാക്കിയിട്ടുണ്ട്. 10ാമത്തെ വയസ്സിൽ 1000-ൽ പരം ഹദീസുകൾ അദ്ദേഹം മനപ്പാടാക്കി. 16ാമത്തെ വയസ്സിൽ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്കിന്റെയും വഖീഅ് ബിൻ ജർറാഹിന്റെയും തുടങ്ങിയ പ്രഗൽഭന്മാരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥം അദ്ദേഹം മനപ്പാടാക്കി. 18ാമത്തെ വയസ്സിൽ ലോക പ്രശസ്തമായ താരീഖുൽ അക്ബർ, താരീഖുൽ ഔസത്ത്, താരീഖുൽ അസ്ഗർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവായി വെറും 18ാമത്തെ വയസ്സിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് മാറുകയാണ്. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ ഈ ഭൂമിക്കുപരിയിലെ ഏറ്റവും സ്വീകാര്യമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവും ഇമാം ബുഖാരി റഹ്മഹുള്ളയാണ്. ഇതൊക്കെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സല്ലാം അൽ മുബാറക്ഫൂരി റഹ്മഹുല്ലാഹ് ഇമാം ബുഖാരി റഹ്മഹുള്ളാഹിന്റെ തർജുമ എഴുതിയപ്പോൾ, അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയപ്പോൾ പറഞ്ഞൊരു വാക്കാണ്, ഇമാം ബുഖാരി അദ്ദേഹം ഒരു അത്ഭുതമാണ്. ഇമാം ബുഖാരി എന്ന് പറയുന്ന പണ്ഡിതൻ ഒരു അത്ഭുതമായിരുന്നു. നമുക്ക് സ്വാഭാവികമാണ്, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് 16ാമത്തെ വയസ്സിൽ ആ ഗ്രന്ഥം ഹിഫ്ളാക്കാൻ കഴിയുന്നത്? 10ാമത്തെ വയസ്സിൽ 1000-ൽ പരം ഹദീസ് എങ്ങനെയാണ് അവർക്ക് പഠിക്കാൻ കഴിഞ്ഞത്? എന്നാൽ ഇമാം ബുഖാരി റഹ്മഹുള്ളാഹ് 18 വയസ്സാകുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം പേരിൽ ഗ്രന്ഥങ്ങൾ പോലും രചിക്കാനുള്ള അറിവുണ്ടായിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയാണ്, ഈ രൂപത്തിൽ അദ്ദേഹം മാറാനും ഈ രൂപത്തിൽ അദ്ദേഹത്തിന് അറിവ് ലഭിക്കാനും കാരണം ഉമ്മാന്റെ പ്രാർത്ഥനയാണ്. സുബ്ഹാനല്ലാഹ്, ഉമ്മാന്റെ പ്രാർത്ഥന കൊണ്ടാണ് അദ്ദേഹം ഈ രൂപത്തിലേക്ക് മാറാനുണ്ടായത് എന്ന് പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്ന സമയത്ത് സൂചിപ്പിക്കുകയാണ്. എന്തിനാണ്? നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇമ്രാൻ, ഇമ്രാൻ കുടുംബത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്. അല്ലെ, ഇമ്രാന്റെ ഭാര്യയായ ഹന്നക്കും മകളായിക്കൊണ്ട് മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്നുണ്ട്. ആ മറിയം ബീവി ജനിക്കുന്ന സമയത്ത് ഉമ്മയായ ഹന്ന പറയുന്ന ചില വാക്കുകൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇമ്രാന്റെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, ഫലമ്മാ വദഅതഹാ ഖാലത് റബ്ബി ഇന്നി വദഅതുഹാ ഉൻസാ, റബ്ബേ എനിക്കൊരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട്. എന്നാൽ അവർ പറയാണ് വ ഇന്നി സമ്മൈതുഹാ മറിയം, ഞാൻ അവൾക്ക് മറിയം എന്ന പേര് ഇട്ടിട്ടുണ്ട് റബ്ബേ. എന്നിട്ട് അവർ പറയാണ് വ ഇന്നി ഉഈദുഹാ ബിക വ ദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം, ആ മറിയമിന്റെ സന്തതികൾക്കും റബ്ബേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കാണ്. ആരിൽ നിന്നാണ്? മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. എന്താണ്? മറിയം ബീവി, ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആട്ടോ. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ ഹന്ന മറിയം ബീവി ജനിച്ച സമയത്ത് പ്രാർത്ഥിക്കാണ്, റബ്ബേ എന്റെ മകളായ മറിയമിനും മറിയമിന്റെ സന്തതികൾക്കും പിശാചിന്റെ ഷർറിൽ നിന്ന്, ശപിക്കപ്പെട്ട പിശാചിന്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്ന റബ്ബേ എന്ന് മറിയം ബീവിയുടെ ഉമ്മയായ ഹന്ന പ്രാർത്ഥിക്കാണ്. അവർ പ്രാർത്ഥിച്ച സമയത്ത് ഇതിനു ശേഷമുള്ള 35-ാമത്തെ ആയത്തിൽ 37-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ് ഫതഖബ്ബലഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു. അറബി ഭാഷയിൽ ആ ഫാഇൽ പറയാറുള്ളത് തഅകീബിന്റെയും തർതീബിന്റെയും ഫാ എന്നുള്ളതാണ്. അഥവാ ഉടനടി മറിയം ബീവിയുടെ ഉമ്മയായ ഹന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലാഹു എന്തായാലും സ്വീകരിച്ചു, ഉടനടി സ്വീകരിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വകഫലഹാ സക്കരിയ, ആ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ മുഫസ്സിരിങ്ങൾ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ ഹന്ന മകൾക്ക് വേണ്ടിയിട്ടും ആ മകളുടെ സന്താനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാണ്. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് റബ്ബിനോട് രക്ഷ ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിച്ച് ആ മകളുടെ സംരക്ഷണം ഏൽപ്പിക്കുന്നത് ആരെയാണ്? ആ കാലഘട്ടത്തിൽ ഒരു പ്രവാചകനെയാണ്. ചെറിയൊരു വിഷയമല്ല,
വളരെ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്നിട്ട് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ മിൻ മൗലൂദിൻ യൂലദു ഇല്ലാ നഹ്സഹു ശൈത്താൻ. ഒരു കുട്ടിയും ജനിക്കുന്നില്ല, ലോകത്ത് ഒരു കുട്ടിയും ജനിക്കുന്നില്ല, പിശാച് ആ കുഞ്ഞിനെ കുത്താതെ. ലോകത്ത് ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പിശാച് കുത്തുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയസ്തഹില്ലു സാരിഖൻ മിൻ നഹ്സതി ശൈത്താൻ. പൈശാചിക കുത്തുകൊണ്ട് ജനിക്കുന്നത് കൊണ്ടാണ് പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ കരയുന്നത്. സുബ്ഹാനല്ലാഹ്. ഏത് കുട്ടി ജനിക്കുന്ന സമയത്തും കുട്ടി കരഞ്ഞിട്ടാണ് ജനിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ലോകത്ത് ഒരു കുഞ്ഞും ജനിക്കുന്നില്ല പിശാച് ആ കുഞ്ഞിനെ കുത്താതെ. ആ പിശാച് ആ കുഞ്ഞിനെ കുത്തുന്നത് കൊണ്ടാണ് എല്ലാ കുഞ്ഞും കരയുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ഇല്ലാ ഇബ്നു മറിയം വ ഉമ്മഹു. എന്നാൽ ആ പിശാചിന്റെ കുത്തുകൊണ്ട് കരയാതെ ജനിച്ചത് ആരാണ്? മറിയം ബീവിയും മറിയം ബീവിന്റെ മകനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. എന്തേ കാരണം? മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ ഹന്ന മകൾ ജനിച്ച സമയത്ത് മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അപ്പൊ ഉമ്മാന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് പ്രിയപ്പെട്ടവർ അതിന്റെ തഅ്സീർ ഉണ്ടാകുക, സ്വാധീനം ഉണ്ടാകുക. അല്ലെ, ഒരു ഭാര്യയും ഭർത്താവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പോലും പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന എന്താ? ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖതനാ. അല്ലാഹുവേ, ശൈത്താനെ ഞങ്ങളിൽ നിന്ന് ദൂരെയാക്കണേ, അതേപോലെ തന്നെ ഞങ്ങൾക്ക് സന്തതിയായി നൽകപ്പെടുന്നതിനെ തൊട്ടും ദൂരെയാക്കണേ എന്നാണ്. ആ ഒരു ലൈംഗിക ബന്ധത്തിൽ പോലും അള്ളാഹു പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഈ രൂപത്തിലാണ്. അപ്പൊ മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാല് അത് വലിയ സ്വാധീനം ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഉമ്മാന്റെ പ്രാർത്ഥന മാത്രമല്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, സലാഹു ദഅവാത്തിൻ ലാ തുറദ്ദു. മൂന്നാളുകളുടെ പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയൂല. മൂന്നാളുകളുടെ പ്രാർത്ഥന അള്ളാഹു എന്തായാലും സ്വീകരിക്കും. അതിൽ ഒന്നാമതായി പറഞ്ഞതായെന്നറിയോ? ദഅവത്തുൽ വാലിദി ലിവലദിഹി. വാലിദ് മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന. ആരെ വാലിദ് എന്ന് പറഞ്ഞാല് വാപ്പാക്കും ഉമ്മാക്കും വാലിദ് എന്ന് പറയും. വാപ്പാക്കും വാലിദ് എന്ന് പറയും, ഉമ്മാക്കും വാലിദ് എന്ന് പറയും. അപ്പൊ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു തആല ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇമ്രാനും ഇമ്രാന്റെ ഭാര്യയായ ഹന്നയും അവരുടെ മക്കളായ മറിയം ബീവിക്കും അതേപോലെ തന്നെ മറിയം ബീവിന്റെ സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ആ ഒരു പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചൊരു രംഗമുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു തആല എന്തായാലും സ്വീകരിക്കുമെന്ന ബോധ്യത്തോടു കൂടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭനായ സ്വഹാബിയായിരുന്നു അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാഉം അതേപോലെ തന്നെ അസ്മാഇന്റെ ഭർത്താവാണ് സുബൈർ ബിൻ അവ്വാം. സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ് സുബൈർ ബിൻ അവ്വാം. പിതാവായ സുബൈർ ബിൻ അവ്വാമിനും ഭാര്യയായ അസ്മാഇനും ജനിച്ച മകനാണ് അബ്ദുല്ലാഹി ബിൻ സുബൈർ. മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ ചെയ്തു വന്ന മുഹാജിറുകളായ ആളുകളുടെ കൂട്ടത്തിൽ ആദ്യം ജനിച്ച കുഞ്ഞും ഈ അബ്ദുല്ലാഹി ബിൻ സുബൈറാണ്. ഈ അബ്ദുല്ലാഹി ബിൻ സുബൈറും അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലഘട്ടത്തിലെ ഉമവി ഭരണാധികാരികളിൽപ്പെട്ട അബ്ദുൽ മലിക് ബിൻ മർവാന്റെ ഗവർണറായ ഹജ്ജാജ് ബിൻ യൂസുഫും തമ്മിൽ ശക്തമായ പോരാട്ടം നടന്നിട്ടുണ്ട്. ശക്തമായ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. ആ പോരാട്ടം നടന്ന സമയത്ത് അവസാനം ഈ ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ പട്ടാളക്കാരും മക്ക ഉപരോധിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ബിൻ സുബൈറിന്റെ ഉമ്മയായ അസ്മാ റളിയല്ലാഹു അൻഹ ആ സമയത്തൊക്കെ കഅബയിലാണ് അവര് ആ സംരക്ഷണം തേടിയത് എന്ന് പോലും കാണാൻ കഴിയും. അവസാനം ഹജ്ജാജ് ബിൻ യൂസുഫുമായി കൊണ്ട് പോരാട്ടത്തിന് ഇറങ്ങാൻ വേണ്ടി അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. പോകുന്ന സമയത്ത് 100 അടുത്ത് പ്രായമുള്ള അദ്ദേഹത്തിന്റെ ഉമ്മയായ അസ്മാഇന്റെ അരികിലേക്ക് പോയി. ഉമ്മാനോട് പറയാണ്, ഉമ്മ ഞാൻ യുദ്ധത്തിന് ഇറങ്ങാണ്. ഉമ്മക്ക് പ്രായത്തിന്റെ ആധിക്യം മൂലം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉമ്മ ശരീരത്തിൽ ഇങ്ങനെ തൊട്ടു നോക്കി. അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ ശരീരത്തിൽ ഇങ്ങനെ തൊട്ടു നോക്കുകയാണ്. അപ്പൊ അദ്ദേഹം പടയങ്കി ധരിച്ചിട്ടുണ്ട്. പടയങ്കി എന്തിനാണ് മകനെ ധരിച്ചത് എന്ന് ഉമ്മ ചോദിച്ചപ്പോ
അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അതിന് കൊടുത്ത മറുപടി, ഉമ്മ, ഹജ്ജാജ് എല്ലാ ഭാഗത്തും പറഞ്ഞു നടക്കുന്നുണ്ട്, എന്നെ വധിച്ച് എന്റെ കൈകാലികൾ ഛേദിക്കും, എന്റെ കണ്ണ് ചുവന്നെടുക്കും, എന്റെ ശരീരത്തെ കുരിശിൽ തറക്കുമെന്ന് ഹജ്ജാജ് പല ഭാഗത്തും പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഉമ്മ ഞാൻ പടയെങ്കി തിരിച്ചത്. ആ സമയത്ത് 100 അടുത്ത് പ്രായമുള്ള മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്നൊരു വാക്കുണ്ട്, യാ ബുനൈ ഇന്ന ഷാഅത ലാ തതഅല്ലമു ബിസ്സൽഖി ഇദാ ദബഹത്. മോനെ, ഒരു ആടിനെ അറുത്ത് കഴിഞ്ഞ് അതിന്റെ ജീവൻ പോയാല്, അതിന്റെ തോൽ പിന്നീട് ചീകിയാല് ആടിന് വല്ല വേദന ഉണ്ടാവും? ആടിനെ അറുത്തിട്ട് അതിന്റെ തോല് പിന്നീട് ചീകിക്കളഞ്ഞാൽ ആടിന് വല്ല വേദനയുണ്ടോ? മോനെ, നിന്നെ അയാൾ കൊന്ന് പിന്നെ നിന്റെ കൈകാലുകൾ ഛേദിച്ചാലും നിന്റെ കണ്ണ് ചുമന്നെടുത്താലും പിന്നെ നിനക്ക് എന്തിനാ പ്രയാസം? പിന്നെ നിനക്കതിന് വേദന ഇല്ല. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഉമ്മാന്റെ നെറ്റിയിൽ ചുംബിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, യാ ഉമ്മ ലാ തദഈ ദുആഇ ഖബ്ല ഖത്രി വബഅദഹു. ഉമ്മ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ മരണത്തിന് മുമ്പും ഞാൻ മരിച്ചു എന്ന് നിങ്ങൾ കേട്ടാലും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉമ്മ. ആ സമയത്ത് അസ്മാ റളിയല്ലാഹു അൻഹ വളരെ വൈകാരികമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുവേ, മക്കയുടെയും മദീനയുടെയും ശക്തമായ തണുപ്പുള്ള സമയത്ത് എന്റെ കുട്ടി എണീറ്റ് നിസ്കരിച്ചിട്ടുണ്ട് റബ്ബേ. മക്കയുടെയും മദീനയുടെയും പകലുകളിൽ ശക്തമായി കൊണ്ട് ചൂടുള്ള സമയത്തും എന്റെ കുട്ടി നോമ്പെടുത്തിട്ടുണ്ട്. ഒരു ഉമ്മയോട് ചെയ്യേണ്ട എല്ലാ കടമകളും എന്റെ മകൻ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, എന്റെ മകന് നീ കാരുണ്യം ചൊരിയണേ എന്ന് വളരെ വൈകാരികമായി കൊണ്ട് മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഷഹീദായി. പണ്ഡിതന്മാർ ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, അദ്ദേഹത്തിന് ഷഹീദാകാനുള്ള ഭാഗ്യം ലഭിച്ചത് ഉമ്മാന്റെ പ്രാർത്ഥനയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ഉമ്മാന്റെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം സ്വാധീനം ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് എല്ലാ ആളുകൾക്കും അറിയുന്ന 4 ഇമാമുമാരുണ്ട്. അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശൈബാനി. 4 പേരും യതീമക്കളാണ്. വാപ്പയ്ക്ക് ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാ ഹിജ്റ 150 ഫലസ്തീനിലെ ഗസയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ വളർത്തുന്നത്. ഹജ്ജിന് അദ്ദേഹം ഫലസ്തീനിൽ നിന്ന് ഉമ്മയും അദ്ദേഹത്തിന്റെ സഹോദരനും മക്കയിലേക്ക് വന്നു. മക്കയിൽ വന്ന് മക്കയിലെ ഗവർണറോട് പറയുന്നുണ്ട്, എന്റെ മകന് ദീന് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മദീനത്തുള്ള അറിയപ്പെട്ട പണ്ഡിതൻ അന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളയാണ്. ഇമാം മാലിക്കിന്റെ ശിഷ്യനായിക്കൊണ്ട് എന്റെ മകനെ സ്വീകരിക്കണം. അതുകൊണ്ട് താങ്കൾ ഒരു കത്ത് തരണം, ഒരു ശഫാഅത്ത് പറഞ്ഞ്, ഒരു റെക്കമെന്റ് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് തരണമെന്ന് ഉമ്മ ആവശ്യപ്പെട്ടാണ്. ഉമ്മാന്റെ നിർദ്ദേശപ്രകാരം ആ കാലഘട്ടത്തിലെ ഭരണാധികാരി കത്ത് കൊടുത്തു. കത്തുമായി കൊണ്ട് അവർ മദീനയിലെത്തി. മദീനയിലെ ഗവർണറുടെ കയ്യിൽ ഈ ശഫാഅത്ത്, ഈ റെക്കമെന്റ് കൊടുത്തപ്പോ വാലിക്ക് അത് മേടിക്കാൻ വേണ്ടി, കാരണം ഇമാം മാലിക്കിന് ഇത് ഇഷ്ടമല്ല. ഇമാം മാലിക്കിന്റെ മുമ്പിൽ ശഫാഅത്തുമായി കൊണ്ട് റെക്കമെന്റുമായിട്ട് വന്നാൽ ഇമാം മാലിക്കിന് അത് ഇഷ്ടമല്ല. പക്ഷെ മക്കയിലെ ഗവർണർ അയച്ചത് കൊണ്ട് തന്നെ അവര് നേരെ ഇമാം മാലിക്കിന്റെ വീട്ടിൽ പോയി. വാതിൽ മുട്ടിയപ്പോ വൃത്തിയാണ് വാതിൽ തുറന്നത്. ഇമാം മാലിക്കിനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോ കാത്തു നിൽക്കാൻ പറഞ്ഞു. വൃത്തി ഉള്ളിലേക്ക് പോയി ഒരു കുർസി കൊണ്ടുവന്ന്, ഒരു ചെയർ കൊണ്ടുവന്ന് മുമ്പിലിട്ടു. പിന്നീട് ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മഹാനായ ലോകം അറിയപ്പെട്ട പണ്ഡിതൻ ഇമാം മാലിക് റഹ്മത്തുള്ളാ പുറത്തേക്ക് വന്നു. അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഹദീസ് പഠിക്കാനാണെങ്കിൽ പള്ളിയിലേക്ക് വരണം, അതിന്റെ സ്ഥലം ഇതല്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കത്ത് കൊടുത്തു. കത്ത് അദ്ദേഹം തീരെ നോക്കുന്നില്ല. ശഫാഅത്താണെന്ന് പറഞ്ഞപ്പോ തീരെ നോക്കുന്നില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാ അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഇമാം ഷാഫി റഹ്മത്തുള്ളാ ആ സമയത്ത് പറയുന്ന ചില വാക്കുണ്ട്, ഇമാം മാലിക്, ഞാൻ യതീമാണ്. എന്നെ ഈ സമയം വരെ എന്നെ പോറ്റി വളർത്തിയത് എന്റെ ഉമ്മയാണ്. എന്നെ ദീന് പഠിക്കാൻ വേണ്ടി സുഫിയാൻ ഇബ്നു ഉയൈനയുടെ അടുക്കലേക്കും മുസ്ലിം ബിൻ ഖാലിദ് അസ്സഞ്ചിന്റെ അടുക്കലേക്കൊക്കെ പറഞ്ഞയച്ചത് എന്റെ ഉമ്മയാണ്. എന്റെ ഉമ്മാന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഞാൻ ദീന് പഠിക്കണം എന്നുള്ളത്. അപ്പൊ ഇമാം മാലിക് ചോദിച്ചു, നിന്റെ പേരെന്താണ്? അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്നാണ് എന്റെ പേര്. എത്രത്തോളം നിനക്ക് അറിവുണ്ട്? അദ്ദേഹത്തോട് ഖുർആനിൽ എത്രത്തോളം അറിവുണ്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ 7ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ട്. ഖുർആനിലെ ചില സൂറത്തുകളൊക്കെ ചോദിച്ചപ്പോൾ വളരെ മനോഹരമായി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഓതി കൊടുത്തു. ഇത് കേട്ടപ്പോൾ ഇമാം മാലിക് കരയാണ്. ഖുർആനിന്റെ ഊത്ത് കേട്ടിട്ട് അദ്ദേഹം കരഞ്ഞുപോയി. ഹദീസിൽ എത്രത്തോളം അറിവുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇമാം മാലിക്
താങ്കൾ എഴുതിയ മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥം ഞാൻ മുഴുവനായിട്ടും ഹിഫ്ളാക്കിയിട്ടുണ്ട്. ഇമാം മാലിക് ഇസ്ലാമിക ലോകത്ത് ആദ്യമായി കൊണ്ട് ഹദീസ് ഗ്രന്ഥം രചിക്കുന്നത് ഇമാം മാലിക്കാണ്. മുവത്ത എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. ആ ഗ്രന്ഥം മുഴുവനും ഞാൻ ഹിഫ്ളാക്കിയിട്ടുണ്ട്. ഇമാം മാലിക് അതിൽ നിന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിനും അദ്ദേഹം സുന്ദരമായി ഉത്തരം പറഞ്ഞു. അപ്പൊ ഇമാം മാലിക് പറഞ്ഞതാണ്, നിങ്ങൾ വിജ്ഞാനത്തിന്റെ നിറകുടമായി ഒരു കാലത്ത് അറിയപ്പെടും. ഇമാം ഷാഫി വിജ്ഞാനത്തിന്റെ നിറകുടമായി നിങ്ങൾ ഒരു കാലത്ത് നിങ്ങൾ അറിയപ്പെടും. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ നൂറാണ്, അല്ലാഹുവിന്റെ പ്രകാശമാണ്. ആ ഒരു പ്രകാശം നിങ്ങൾ തിന്മ കൊണ്ട് കെടുത്തി കളയരുത്. അതുകൊണ്ട് തിന്മകളെ താങ്കൾ സൂക്ഷിക്കുക എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയാണ്. ഉസ്താദിനേക്കാൾ അറിയപ്പെട്ട പണ്ഡിതനായി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി മാറി. പണ്ഡിതന്മാർ പറയാണ്, അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു ഇമാം ഷാഫി ദീനിന്റെ വിഷയത്തിൽ അഗ്രഗണ്യനായ ഒരു പണ്ഡിതനാകണമെന്നത്. അതേപോലെ തന്നെയാണ് ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്കിന്റെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, അദ്ദേഹത്തിന് ചെറുപ്പ കാലഘട്ടത്തിൽ സംഗീതത്തോടായിരുന്നു ഏറ്റവും പ്രിയം. സംഗീതമുള്ള എല്ലാ സദസ്സിലും അദ്ദേഹം പോയിരിക്കും. അത്രത്തോളം താല്പര്യമായിരുന്നു സംഗീതം പഠിക്കണം എന്നുള്ളത്. പക്ഷെ ഉമ്മാന്റെ ഏറ്റവും വലിയ ആഗ്രഹം അദ്ദേഹം ദീന് പഠിക്കാനാണ്. ഉമ്മ ഒരുപാട് തവണ പ്രാർത്ഥിക്കാണ് മകനെ സൽബുദ്ധി ലഭിക്കാൻ വേണ്ടി. ഉമ്മ നിരന്തരമായി പ്രാർത്ഥിക്കാണ്. അവസാനം ഉമ്മ തന്നെ റബീഅത്ത് ബിൻ അബി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ പണ്ഡിതന്റെ മുമ്പിൽ കൊണ്ടുപോയിരുത്തി. എന്നിട്ട് ഇമാം മാലിക്കിനോട് പറയാണ്, ദീന് പഠിക്കുക. എങ്ങനെ റബീഅയിൽ നിന്ന് ദീന് പഠിക്കണമെന്ന് വരെ ഉമ്മ പറഞ്ഞു കൊടുത്തു. ഉമ്മാന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ട് ഇന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ലോകമറിയപ്പെട്ട ഇമാമുമാരിൽ ഒരാളാണ്. ആ കാലഘട്ടത്തിലെ മദീനയുടെ ഖതീബായിരുന്നു, ഇമാമായിരുന്നു, ഖാദിയായിരുന്നു. ലോകത്ത് ആദ്യമായി കൊണ്ട് ഹദീസ് ഗ്രന്ഥം രചിച്ച പണ്ഡിതനും ഇമാം മാലിക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഉമ്മാന്റെ പ്രാർത്ഥനയാണ്. ഉമ്മാന്റെ പ്രാർത്ഥന കൊണ്ടാണ് അവരൊക്കെ ഈ രൂപത്തിലേക്ക് മാറുന്നത്. താബീങ്ങളിൽപ്പെട്ട അറിയപ്പെട്ട പണ്ഡിതനാണ് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി. അദ്ദേഹം യതീമാണ്. ഉമ്മ ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോയിട്ടാണ് അദ്ദേഹത്തെ പോറ്റി വളർത്തുന്നത്. അപ്പൊ ഉമ്മ ജോലിക്ക് പോകുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സ് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഞാൻ ദീന് പഠിക്കുന്നത് അവസാനിപ്പിക്കാണ്, ഞാൻ ജോലിക്ക് പോയിക്കോളാം, ഉമ്മ എന്നെ ജോലിക്ക് പോകണ്ട. ഉമ്മ ആ സമയത്ത് പറഞ്ഞ വാക്കാണ് വയ്യ, നിനക്ക് നാശം. അഥവാ അറബിയിലൊരു പ്രയോഗമാണത്. നീ അത് ഒരിക്കലും ചെയ്യരുത്. ഉമ്മാന്റെ കുട്ടി ചെയ്യേണ്ടത് എന്താ? ദീന് പഠിച്ചാൽ മതി. ഞാൻ നെയ്യാൻ പോയിട്ട് നെയ്ത് കിട്ടുന്ന പണം കൊണ്ട് നിന്നെ ഞാൻ പോറ്റിക്കോളാം. ഉമ്മാന്റെ കുട്ടി ദീന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇന്ന് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ഹദീസിന്റെ വിഷയത്തിൽ മാത്രം 600കളോളം ശൈഖുമാരുണ്ടായിരുന്നു. 600കളോളം ഉസ്താദുമാര് ഹദീസിന്റെ വിഷയത്തിൽ മാത്രം സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി എന്ന് പറയുന്ന പണ്ഡിതനുണ്ടായിട്ടുണ്ടെങ്കിൽ ഉമ്മാന്റെ ദൃഢനിശ്ചയമാണ്, ഉമ്മാന്റെ ശാഠ്യമായിരുന്നു ദീന് പഠിക്കണം. അതിനുവേണ്ടി ഉമ്മ നിരന്തരമായി പ്രാർത്ഥിച്ചു, ഉമ്മ നിരന്തരമായി കൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. എന്തിനേറെ ഇന്ത്യക്കാരനായ അബുൽ ഹസൻ അലി അന്നദവി അറബി ഭാഷയുടെ ലോകാടിസ്ഥാനത്തിലുള്ള സംഘടനയുടെ റയീസായിരുന്നു ഒരുപാട് വർഷം. ലോകാടിസ്ഥാനത്തിൽ അറബി ഭാഷാ സംഘടനയുടെ റയീസായിരുന്നു, അധ്യക്ഷനായിരുന്നു. 4 ഭാഷകളിൽ 170ഓളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ 4 ഭാഷകളിൽ, സ്വന്തം ഭാഷയല്ല, മറ്റുള്ള ഭാഷ പഠിച്ച ആ ഭാഷയിൽ 170ഓളം ഗ്രന്ഥങ്ങൾ രചിച്ച പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ എന്താണെന്നറിയോ? ഒരു ഗ്രാമം മുഴുവനും അദ്ദേഹത്തിനെതിരെ ശാപവാക്ക് പറഞ്ഞിരുന്നു. അബുൽ ഹസൻ അലി നദ്വിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, അദ്ദേഹം ജീവിച്ച നാട്ടിലെ ആളുകൾക്ക് മുഴുവനും ശല്യമായിരുന്നു. അദ്ദേഹം അത്രത്തോളം കുരുത്തക്കേടാണ്. അദ്ദേഹത്തിന് മാത്രമല്ല ശാപവാക്ക് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഉമ്മാക്കെതിരെയും ആ കാലഘട്ടത്തിലെ ആ ഗ്രാമത്തിലെ ആളുകൾ ശാപവാക്ക് പറഞ്ഞു. അപ്പൊ ഒരു നാട് മുഴുവനും എന്റെ മകനെതിരെ ശാപവാക്ക് പറഞ്ഞപ്പോഴും ആ ഉമ്മ മകന് വേണ്ടി പ്രാർത്ഥിച്ചു, നിരന്തരമായി പ്രാർത്ഥിച്ചു. മകന് ഹിദായത്ത് ലഭിക്കാൻ, മകന് സൽബുദ്ധി ലഭിക്കാൻ. ഉമ്മാന്റെ അകമഴിഞ്ഞ പ്രാർത്ഥന, മനസ്സ് തട്ടിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് എന്തായാലും ഉത്തരം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സമയങ്ങളിൽ ആ ഉമ്മ ആത്മാർത്ഥമായി കൊണ്ട് ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ആ നാട് മുഴുവനും ശല്യം കൊണ്ട് പൊറുതുമുട്ടിയ ആ മനുഷ്യൻ ഇന്ന് മുഴുവൻ ലോകർക്കും ഇസ്ലാമിക പ്രവർത്തനത്തിന് മാതൃകയായി അബുൽ ഹസൻ അലി അന്നദവി എന്ന തരത്തിലേക്ക് അദ്ദേഹം മാറിയത് അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ പ്രാർത്ഥനയാണ്. എന്തിനേറെ ഇന്ന് ജീവിച്ചിരിക്കുന്ന
ഇരു ഹറമുകളുടെയും റഈസായ അബ്ദുറഹ്മാൻ അസുദൈസി ഹഫിളഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പിന്നെ ഞാൻ ചെറുപ്പത്തിൽ നല്ല വികൃതിയുള്ള കുട്ടിയായിരുന്നു. നമുക്കൊക്കെ സുദൈസിന്റെ ഖിറാത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഹറമില് ഉംറക്കൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു ഇമാമിന്റെ പുറകിൽ മഅ്മൂമായി നിസ്കരിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹം പറയുന്നത്, ഞാൻ ചെറുപ്പത്തിൽ വല്ലാത്ത വികൃതിയുള്ള കുട്ടിയായിരുന്നു. ഒരു ദിവസം എന്റെ ഉമ്മ ഒരുപാട് കുടുംബക്കാരെ വിരുന്ന് വിളിച്ചു. ആ വിരുന്ന് വിളിച്ച് തീന്മേശയിൽ വിഭവസമൃദ്ധമായ എല്ലാ ഭക്ഷണങ്ങളും തയ്യാറാക്കിയപ്പോ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഞാൻ പുറത്തു പോയി മണ്ണ് വാരി ആ മണ്ണ് എല്ലാ ഭക്ഷണത്തിലും കൊണ്ടുവന്നിട്ടു. എന്റെ ഉമ്മ എന്നെ അടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്റെ ഉമ്മ എന്നെ മാറിലേക്ക് ചേർത്ത് പിടിച്ച് എന്റെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി. ഉമ്മ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുവേ ഹറമിലെ ഇമാമാക്കണേ എന്റെ മകനെ റബ്ബേ എന്ന് ആ ഉമ്മ പ്രാർത്ഥിക്കണം. ഇന്ന് ഒരു ഹറമിന്റെ അല്ല, ഇരു ഹറമുകളുടെയും റഈസാണ് അബ്ദുറഹ്മാൻ അസുദൈസി ഹഫിളഹുല്ലാഹ്. ഉമ്മാന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമാണ് പ്രിയപ്പെട്ടവർ. ഇതൊക്കെ അനുകൂലമായി ഉമ്മ പ്രാർത്ഥിച്ചതാണെങ്കിൽ, ഉമ്മ നമുക്കെതിരെ പ്രതികൂലമായി പ്രാർത്ഥിച്ചാലും അതും അള്ളാഹു സ്വീകരിക്കും. നമുക്ക് അതിനും മാതൃകയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുറൈജ് റഹ്മത്തുള്ളാഹിന്റെ സംഭവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലെ, എല്ലാ പ്രവർത്തനത്തിൽ നിന്നും മാറി അദ്ദേഹം ഒരു മലയുടെ മുകളിൽ ദീനി ചിട്ടയിൽ ജീവിക്കാൻ വേണ്ടി, ഇബാദത്തിൽ മുഴുകാൻ വേണ്ടി മാറിയിരുന്നു. ആ മാറിയിരുന്ന സമയത്താണ് ഉമ്മ കാണാൻ വന്ന് ഉമ്മ വിളിക്കണത്. അദ്ദേഹം നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ രണ്ടാമത്തെ ദിവസം വന്നു, മൂന്നാമത്തെ ദിവസം വന്നു. സങ്കടം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഉമ്മ അദ്ദേഹത്തിനെതിരെ ശാപവാക്ക് പറഞ്ഞു. നമുക്ക് പിന്നീട് ചരിത്രം അറിയാം. ഒരു പെണ്ണ് പിന്നെ ആ കാലഘട്ടത്തിൽ ഒരു ആട്ടിടയനുമായി കൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആ പെണ്ണ് ഗർഭിണിയായി. അവസാനം അവൾ ഗർഭിണിയായ സമയത്ത് ജനങ്ങളുടെ അടിയിലേക്ക് വന്നിട്ട് പറയാണ്, നിങ്ങളല്ലേ ജുറൈജ് നല്ല മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് എന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന്റെ വാപ്പ ജുറൈജാണ്. ആളുകൾ ചെന്ന് അദ്ദേഹത്തിനെ ആക്രമിച്ച് അദ്ദേഹത്തിന്റെ വീട് അടിച്ചു പൊളിച്ചു, അദ്ദേഹത്തിന്റെ ടെന്റ് ഇല്ലാതാക്കി. ആ സമയത്ത് ആ കുട്ടിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, ആ കുട്ടിയോട്, കുഞ്ഞിനോട് ചോദിക്കാണ്, നിന്റെ വാപ്പയാരാണ്? അപ്പൊ ആ കുഞ്ഞ് സംസാരിച്ചു എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ തൊട്ടിലിൽ സംസാരിച്ച കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞ് ആ ഒരു കുഞ്ഞാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നോക്കി, നല്ല ദീനി ബോധമുള്ള, അതേപോലെ തന്നെ മുത്തഖിയായി കൊണ്ട് ജീവിച്ച് ഇബാദത്തുകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു വ്യക്തിയായിരുന്നു. ഉമ്മ അദ്ദേഹത്തിനെതിരെ ശാപവാക്ക് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞില്ലേ, ഇത്തഖി ദഅവതൽ മദ്ലൂം ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബുൻ. നീ മദ്ലൂമിന്റെ പ്രാർത്ഥന, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിച്ചോ, അതിനും അള്ളാഹുവിടയിൽ യാതൊരു മറയില്ല എന്നുള്ളതാണ്. ഓക്കെ, ആ മദ്ലൂമിന്റെ സ്ഥാനത്ത് നമ്മുടെ ഉമ്മയാണെങ്കിലും, നമ്മൾ ആക്രമിച്ച് നമ്മുടെ നാവ് കൊണ്ട് ആക്രമിച്ചത് നമ്മുടെ ഉമ്മാനെയാണെങ്കിൽ, നമ്മുടെ കൈ കൊണ്ട് ആക്രമിച്ചത് നമ്മുടെ ഉമ്മാനെയാണെങ്കിൽ, ആ ഉമ്മ നമുക്കെതിരെ മനസ്സ് തട്ടിക്കൊണ്ട് ഒരു ശാപവാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഏത് കച്ചവടം തുടങ്ങിയാലും എങ്ങനെ നോക്കിയാലും ബർക്കത്ത് ഉണ്ടാവില്ല. എന്നും പ്രയാസങ്ങളായിരിക്കും. 10,000 റിയാൽ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ 20,000ന്റെ ചെലവ് അള്ളാഹു വേറെ വഴിക്ക് തരും. ഉമ്മാന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് നിസാരല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മാതാപിതാക്കളോട് മാന്യമായി പെരുമാറണം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നിങ്ങൾ അവരോട് ചെയ്യുന്ന പോലും പറയരുത്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ മുഫസ്സിരീങ്ങൾ പറയാണ്, ഒരാളോട് വെറുപ്പ് പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും താഴ്ന്ന വാക്കാണ് എന്നുള്ളത്. ഉമ്മാനോട് എന്ന് പറയണ്ട. ഉമ്മ ഒരു കാര്യം പറഞ്ഞ് ആ വിഷയത്തിൽ വെറുപ്പ് നമ്മുടെ മുഖത്ത് വരുന്ന ഭാവമാറ്റല്ലേ, അത് തന്നെ മതി എന്നുള്ളതാണ്. ഉമ്മ ഒരു കാര്യം പറയുന്ന സമയത്ത് ആ ഒരു കാര്യം ഇഷ്ടപ്പെടാതെ നമ്മുടെ മുഖത്ത് വരുന്ന ഭാവമാറ്റം പോലും അത് ഈ തരത്തിൽ ഉൾപ്പെടുമെന്നാണ് മുഫസ്സിരീങ്ങളായ ആളുകൾ പറഞ്ഞത്. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നിങ്ങൾ അവരോട് എന്ന് പറയരുത്. വലാ തൻഹറുഹുമാ, അവരാട്ടിപ്പായിക്കരുത്. ഇത്ര കാലം എൻ്റെ അടുത്ത് നിന്നില്ലേ, ഇനി കുറച്ചു കാലം ജ്യേഷ്ഠൻ്റെ അടുത്ത് പോയി നിൽക്കും, അനിയന്റെ അടുത്ത് പോയി നിൽക്കും, താത്താന്റെ അടുത്ത് പോയി നിൽക്കും. വേണ്ട, ഞാൻ മാത്രം മകനെ, ഞാൻ മാത്രം മകള്, ഒരിക്കലും പറയരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, മാന്യമായി സംസാരിക്കണം. ഉമ്മാക്കൊക്കെ നമ്മൾ എത്ര ഖിദ്മത്ത് ചെയ്താലും അത് അധികമാകൂല. ഉമ്മാക്ക് എത്ര പുണ്യം ചെയ്താലും അത് അധികമാകൂല. ഒരിക്കൽ അബൂ ബുർദ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു കഅബ തവാഫ് ചെയ്യുന്ന സമയമാണ്. അദ്ദേഹത്തിന്റെ കൂടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അവരിങ്ങനെ കഅബ തവാഫ് ചെയ്യുമ്പോഴാണ് യമാനിക്കാരനായ യമാനിൽ നിന്ന് വന്ന ഒരാള് അദ്ദേഹത്തിന്റെ ഉമ്മാനെ അദ്ദേഹത്തിന്റെ മുതുകിൽ ഇങ്ങനെ ചുമന്നിട്ട് കഅബ ഇങ്ങനെ തവാഫ് ചെയ്യാണ്. യമനിൽ നിന്ന്
മക്ക വരെ അദ്ദേഹം ഉമ്മാനെ മുതുകിൽ ഇങ്ങനെ ചുമന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. മാസങ്ങളോളം യാത്ര ചെയ്യണം. ആ മാസങ്ങളോളം യാത്ര ചെയ്ത് മക്കയിലെത്തി കാബ ഇങ്ങനെ തവാഫ് ചെയ്യുന്ന സമയത്ത് ഈ യമാനിക്കാരനായ വ്യക്തി ഒരു കവിതയിലൂടെ ഇബ്നു ഉമറിനോട് ചോദിക്കാണ്, ഇബ്നു ഉമർ, ഞാൻ എൻ്റെ ഉമ്മാനോടുള്ള കടമ പൂർത്തീകരിച്ചില്ലേ? എൻ്റെ ഉമ്മ എന്നെ ഉദരത്തിൽ ചുമന്നതിനേക്കാൾ കൂടുതൽ മാസം എൻ്റെ മുതുകിൽ ഞാൻ ഉമ്മാനെ ചുമന്നിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഉമ്മാനെ ചെയ്യേണ്ട എല്ലാ കടമകളും ഞാൻ പൂർത്തീകരിച്ചില്ലേ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ സഹോദരൻ ചോദിച്ചപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ലാ വലാ ബിതൽഖത്തിൻ വാഹിദ. നിന്റെ ഉമ്മ പ്രസവ സമയത്ത് അനുഭവിച്ച നിശ്വാസത്തിന്റെ ഒരു നിശ്വാസത്തിന് അതിന് പകരമാകൂല എന്നുള്ളതാണ്. ഉമ്മാന്റെ ഉദരത്തിൽ നീ ജീവിക്കുന്ന കാലത്ത് നിന്റെ ഉമ്മ അനുഭവിച്ച പ്രയാസത്തിന്റെ നിശ്വാസം, അല്ലെങ്കിൽ ഉമ്മ ആ ഒരു സമയത്ത് വിട്ട നിശ്വാസത്തിന്റെ ഒരു നിശ്വാസത്തിന് ഇത് പകരമാകില്ല എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഉമ്മാനോടുള്ള പെരുമാറ്റത്തിൽ മനസ്സ് തട്ടിട്ട് ചോദിക്കും, എന്റെ ഉമ്മ എന്റെ വിഷയത്തിൽ ഇന്നേ വരെ സങ്കടപ്പെട്ടിട്ടില്ല, എന്റെ ഉമ്മ ഇന്നേ വരെ എന്റെ വിഷയത്തിൽ കരഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരു വാക്ക് ഒരു മകൻ ഉമ്മാനോട് പറയാൻ പാടില്ലാത്ത ചില വാക്കുകൾ നമ്മുടെ നാവിൽ വന്നിട്ടുണ്ട്. ഉമ്മ എന്തെങ്കിലും ചെയ്താലും, ഉമ്മ നമുക്കെതിരെ മോശമായിട്ട് പെരുമാറിയാലും അത് ഉമ്മയാണ്. ആ ഒരു ബോധം എപ്പോഴും ഉണ്ടാകണം. ആ ബോധം അല്ലെങ്കിൽ ആ ഒരു ചിന്ത പലപ്പോഴും നമ്മുടെ ചിന്തയിൽ നിന്ന് മാറുന്നുണ്ട്. ദേഷ്യം വരുന്ന സമയത്ത് ഉമ്മ എന്നുള്ള ചിന്ത നമ്മൾ മറക്കുന്നുണ്ട്. അത് ഉപ്പയാണെന്നുള്ള കാര്യം മറന്നിട്ട് നമ്മുടെ നാവിന്ന് വരുന്നുണ്ട്. ഒരു മകൻ ബാപ്പാനോട് പറയാൻ പാടില്ലാത്ത, ഒരു മകൻ ഉമ്മാനോട് പറയാൻ പാടില്ലാത്ത ചില വാക്കുകൾ നമ്മുടെ നാവിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിപ്പിച്ചോളി. നാളെ പരലോകം നമുക്ക് പ്രയാസമാക്കും. അവര് ആ കൂട്ടത്തിൽ ആരെങ്കിലും ചിലപ്പോൾ, ഈ കൂട്ടത്തിൽ ഭൂരിഭാഗം ആളുകളിൽ ചിലപ്പോൾ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ടാക്കും. അള്ളാഹു അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരോട് എന്തെങ്കിലും മോശമായിട്ട് നമ്മൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ പൊരുത്തപ്പെടിപ്പിക്കാൻ നമുക്കിനി കഴിയില്ല. ആത്മാർത്ഥമായി റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങി തൗബ ചെയ്യും, ഇസ്തിഗ്ഫാർ നടത്തി. പിന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരു മനുഷ്യനെ കൊന്ന ഒരാൾ വരുന്നുണ്ട്. ഒരാളെ കൊന്നിട്ട് അദ്ദേഹം വന്നത് ചോദിക്കുന്നുണ്ട്, എനിക്ക് വല്ല പ്രായച്ചിത്തമുണ്ടോ? ഈ മരണപ്പെട്ട വ്യക്തിയുടെ ആളുകൾ ഇയാളെ വെറുതെ വിട്ടു, പക്ഷെ എന്നാലും കൊലപാതകം എന്ന പാപം ഇയാൾ ചെയ്തു പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഇനി ഒരു പ്രായച്ചിത്തം ചെയ്യാൻ എന്തെങ്കിലും ഒരു കഫാറത്ത് ഉണ്ടോ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, വാലിദതുക ഹയ്യത്തുൻ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നതാണ്. നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്. അപ്പൊ ഇയാൾ പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടായിരുന്ന അതാ ഇബ്നു യസാർ റഹ്മത്തുള്ളാഹി ചോദിക്കുന്നുണ്ട്, കൊലപാതകം ചെയ്തു വന്ന വ്യക്തിനോട് അയാൾ വല്ല പ്രായച്ചിത്തം ഇനി ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞത് നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതാണ്. എന്താണ് ഉസ്താദ് നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം? അതിനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ലാ അഅലമു അമലൻ അഖറബു ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബിദിൽ വാലിദ. ഉമ്മാക്ക് പുണ്യം ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിലേക്ക് അടുപ്പം ലഭിക്കുന്ന വേറൊരു പ്രവർത്തനം എനിക്കറിയില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുപ്പം ലഭിക്കുന്ന ഒരു പ്രവർത്തനം എനിക്കറിയില്ല. അത് ഉമ്മാക്ക് പുണ്യം ചെയ്യൽ മാത്രമാണ്, വേറൊന്നും എനിക്കറിയില്ല എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അയാൾ കൊലപാതകം ചെയ്ത ഒരാളാണ്. കൊലപാതകം എന്ന പാപം അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. ഇനി ആ ഒരു പാപം കഴുകി കളയണമെങ്കിൽ അയാൾക്ക് ധാരാളം നന്മകൾ വേണം. ആ ധാരാളം നന്മകൾ വേണമെങ്കിൽ അയാളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾക്ക് അത് എളുപ്പമാണ്. ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്താൽ മതി, ഉമ്മക്ക് സേവനം ചെയ്താൽ മതി. പക്ഷെ അയാളുടെ ഉമ്മ ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ അയാളോട് പറഞ്ഞത് നിങ്ങൾ തൗബ ചെയ്തോ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കൊലപാതകം ചെയ്ത ആ മനുഷ്യനോട് പോലും പണ്ഡിതന്മാര് പറഞ്ഞു നിങ്ങൾക്കുള്ള കഫാറത്ത് ഉമ്മാക്ക് നന്മ ചെയ്യലാണ്. ഉമ്മാക്ക് നമ്മൾ എത്ര ചെയ്താലും അധികമാവില്ല. നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഉമ്മ ചിലപ്പോൾ നാട്ടിൽ ഉറങ്ങിയിട്ടുണ്ടാകും. ഇനി ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ന് പൊരുത്തപ്പെടിപ്പിക്കാൻ കഴിയണം. കാരണം നാളെ രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു 3-4 മിസ് കോൾ ചിലപ്പോൾ കാണാൻ കഴിയും. ഒരു 3-4 മിസ് കോളും അതേപോലെ തന്നെ ഒരുപാട് മെസ്സേജ് വാപ്പയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഭാര്യയും മക്കളൊക്കെ അയച്ചിട്ടുണ്ട്. ഒന്നും ഉണ്ടാവില്ല, മേലെ എഴുതിയിട്ടുണ്ടാവും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, പിന്നെ കുറെ സ്നേഹത്തിന്റെ വാക്കുകൾ സ്റ്റാറ്റസിൽ എഴുതിയിട്ടിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയണം. മരിച്ചിട്ട് പിന്നീട് സ്നേഹത്തെ കുറിച്ച് പാടിയിട്ടോ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരോട് മാന്യമായി പെരുമാറാൻ, ഒരു ഉമ്മ എന്ന നിലക്കുള്ള എല്ലാ ഹിദ്മത്തും ചെയ്യാൻ നമുക്ക് കഴിയണം. എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞൊരു അനുഭവമുണ്ട്.
ഗൾഫ് രാജ്യത്ത് 3 ലക്ഷം സാലറി വാങ്ങിയിരുന്ന ഒരു സഹോദരൻ, നാട്ടിലെ 3 ലക്ഷം വാങ്ങിയിരുന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ ഉമ്മക്ക് ചെറിയ പ്രയാസങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മയും ഈ സഹോദരന്റെ ഭാര്യയുമാണ് ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയത്. അപ്പൊ അദ്ദേഹത്തോട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഭർത്താവ് ഗൾഫിലാണെന്ന് പറഞ്ഞപ്പോൾ ഭർത്താവിന്റെ ഫോൺ നമ്പർ വാങ്ങി ആ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സഹോദരനോട് വിളിച്ചിട്ട് പറയാണ്, ഉമ്മാക്ക് ക്യാൻസർ ആണ്, 4th സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഏറിപ്പോയ 2-3 മാസം ഉണ്ടാവുകയുള്ളൂ എന്ന് ആ ഡോക്ടർ പറഞ്ഞപ്പോൾ അദ്ദേഹം 3 ലക്ഷം ലഭിക്കുന്ന ഒരു സാലറി ഉള്ള ജോലി അവസാനിപ്പിച്ച് രാജിവെച്ച് അദ്ദേഹം നാട്ടിൽ പോയി. ഉമ്മാനോട് പറഞ്ഞില്ല, ഈ വിവരമൊന്നും ആരോടും പറഞ്ഞില്ല. 3 മാസം ഉമ്മാക്ക് ചെയ്യേണ്ട എല്ലാ ഹിദ്മത്തും ചെയ്തു, എല്ലാ സേവനങ്ങളും ചെയ്ത് അവസാനം ഉമ്മാക്ക് രോഗം അധികരിച്ച് ഐസിയുവിൽ കിടക്കുന്ന സമയത്ത് ഉമ്മ നേഴ്സിനോട് പറഞ്ഞു, എന്റെ കുട്ടീനെയൊക്കെ ഒന്ന് കാണണം. ആ കുട്ടീനെ കാണണമെന്ന് പറഞ്ഞപ്പോ ഈ സഹോദരൻ ഉമ്മാനെ കാണാൻ വേണ്ടി ഐസിയുടെ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോ ഉമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. മകനും ഉമ്മാനോട് ചോദിക്കണം, ഉമ്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യേണ്ട ഹിദ്മത്ത് സേവനം പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഉമ്മ കണ്ണ് നിറഞ്ഞിട്ട് പറഞ്ഞൊരു പ്രാർത്ഥനയാണ്, എനിക്ക് റബ്ബിനോട് ഒന്നേ പ്രാർത്ഥിക്കാനുള്ളൂ, അടുത്തൊരു ജന്മത്തിൽ എനിക്കൊരു മകനെ നൽകുകയാണെങ്കിൽ നിന്നെ എനിക്ക് മകനായി നൽകിയ മതി എന്നാ ഉമ്മ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, നമ്മുടെ ഉമ്മാന്റെ വിഷയത്തിൽ നമുക്ക് എത്രത്തോളം നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വല്ല പാളിച്ചകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിപ്പിക്കുക. റഹ്മാനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവൻ പുറത്തും അപ്പാക്കി തീരുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടവരുടെ കബറിടം അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മാന്റെ കൂടെ അപ്പാന്റെ കൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നാളെ അള്ളാഹുവിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അള്ളാഹുവിനെ കാണുന്ന ഭാഗ്യവാന്മാരിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.